ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് ട്രെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡെൽറ്റ. ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഓപ്ഷൻസിൻ്റെ പ്രീമിയംസ് ഉണ്ടാവുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രീമിയത്തിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നിഫ്റ്റിയാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, നിഫ്റ്റി 50 ചാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റീൻ്റെ അതായത് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ചെയിൻ കിട്ടും. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് അറ്റ് ദ മണി കണ്ടുപിടിക്കുന്നത്, ഇൻ ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ട്രേഡിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മളത് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് ദ മണി എന്താണെന്ന് അറിയാം. അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളത് അതിനോട് അടുത്തിരിക്കുന്ന കോൺട്രാക്റ്റിനെ പറയുന്നത്. ഇപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ 14,347 റേഞ്ചാണ് നിഫ്റ്റി ഇരിക്കുന്നത്. 14,347 റേഞ്ചാണ് നിഫ്റ്റി ഇരിക്കുന്നത്. അപ്പോൾ അതിനടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,350 ആണ്. ഓക്കെ, ഈ 14,347 പറയുന്നതാണ് സ്പോട്ട് പ്രൈസ് എന്ന്. ഓക്കെ, നമ്മൾ ഇതിനെ പറയുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും നമ്മുടെ അറ്റ് ദ മണി. അപ്പോൾ അറ്റ് ദ മണി എന്ന് പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസിൽ ഡെൽറ്റേൻ്റെ വാല്യൂ 0.5 ആയിരിക്കും. ഈ ഡെൽറ്റ 0.5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ് ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നിഫ്റ്റി ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അറ്റ് ദ മണി പ്രീമിയം 50 പൈസ, അതായത് 0.5 റുപ്പീസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഇത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റ് ഒരു ലോട്ടാണ് ഉള്ളത്, പക്ഷെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ 0.5 എന്ന് പറയുമ്പോൾ 75 ഇൻറ്റു 0.5 വരും ശരിക്കും പറഞ്ഞ ഒരു ലോട്ട്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യണേ. അപ്പോൾ 1 രൂപ മുകളിലേക്ക് അല്ലെങ്കിൽ 1 പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 0.5, അതായത് 50 പൈസ മുകളിലേക്ക് കയറും. അതാണ് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിലുള്ള ഡെൽറ്റ വാല്യൂ. ഓക്കെ, അപ്പോൾ 10 പോയിന്റ് കയറുമ്പോൾ 5 രൂപ കയറും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അറ്റ് ദ മണിയിൽ എന്താണ് ഡെൽറ്റ വാല്യൂ നടക്കുന്നത് മനസ്സിലായി. ഇനി എന്താണ് ഇൻ ദ മണി എന്നറിയാലോ. കാൾ ഓപ്ഷൻ്റെ ബേസിലാണ് എല്ലാം പറയുന്നത് കേട്ടോ. കാൾ ഓപ്ഷൻ്റെ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴത്തേക്കുള്ളത്, അതായത് 14,350 താഴത്തേക്കുള്ളതൊക്കെ അതിൻ്റെ ഇൻ ദ മണി കോൾസ് ആണ്. 14,350 മുകളിലേക്കുള്ളതൊക്കെ അതിൻ്റെ ഔട്ട് ഓഫ് ദ മണി കോൾസ് ആണ്. ഇൻ ദ മണിയിൽ എന്താണ് പ്രീമിയംസിൻ്റെ വാല്യൂ, അതായത് താഴേക്ക് പോകും തോറും 14,350 താഴേക്ക് വരും തോറും ഇത് കൂടിക്കൂടി വരും. ഓക്കെ, ഔട്ട് ഓഫ് ദ മണിയിൽ മുകളിലേക്ക്, അതായത് 14,350 മുകളിലേക്ക് വരും തോറും കുറഞ്ഞു വരും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അറ്റ് ദ മണിയുടെ കാര്യം പറഞ്ഞു. ഇനി ഇൻ ദ മണി നമ്മൾ ഡീപ്പ് ഇൻ ദ മണി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 14,350 മുകളിലേക്ക്, അതായത് 14,350 താഴേക്ക് വരികയാണ്. ഈ ഡീപ്പിലേക്ക് വരും തോറും കണ്ടോ ചേഞ്ചസ് ഭയങ്കര കൂടുതലാണ്. അതായത് നെറ്റ് ചേഞ്ച്, നിഫ്റ്റീൻ്റെ ചേഞ്ച് അനുസരിച്ചുള്ള നെറ്റ് ചേഞ്ച് ഭയങ്കര കൂടുതലാണ്. ഔട്ട് ഓഫ് ദ മണിയിൽ നെറ്റ് ചേഞ്ച് വളരെ കുറവാണ്. ഓക്കെ, അത് ഈ ഡെൽറ്റ വാല്യൂവിനനുസരിച്ചാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻ ദ മണി ഇത് ഡീപ്പ് ഇൻ ദ മണി ആട്ടോ. ഇതിൻ്റെ ഇടയിൽ കുറേ ടേംസ് ഉണ്ട്. അതായത് 14,350 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറേ ടേംസ് ഉണ്ട്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ, ഡെൽറ്റേൻ്റെ വാല്യൂ 1 ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഇടയിലും കുറേ വാല്യൂസ് ഉണ്ട്. ഔട്ട് ഓഫ് ദ മണീൻ്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് 0 ആണ് ഡെൽറ്റ വാല്യൂ. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഒരു പോയിന്റ് കൂടിയാലും ഇവിടെ വലിയ മാറ്റങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ സ്മോൾ ചേഞ്ചസ് വരാം, 0.005 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേം ആയിട്ടുള്ള മാറ്റങ്ങൾ വരാം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് മുകളിലേക്കാണ് പോകുന്നത് വെച്ചാൽ, മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും ഇതൊരു പോയിന്റ് മുകളിലേക്കാണ് പോകുന്നത് വെച്ചാൽ 1 രൂപ മുകളിലേക്ക് കയറും. 1 രൂപ പോയിന്റ് താഴത്തേക്ക് വരിച്ചാൽ 1 പോയിന്റ് താഴത്തേക്ക് വരും. ഓക്കെ, അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ്, നമ്മുടെ മൂവ്മെൻറ്റ് മുകളിലേക്ക് ആകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഓക്കെ, ഈ സാധനങ്ങൾ കലങ്ങിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അറ്റ് ദ മണി 14,350 മുകളിൽ 14,250 ഉണ്ട്, 14,000 ഉണ്ട്. ആ സമയത്തൊക്കെ അതായത് ഇവിടുന്ന് വാരി ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ 0.6 ആവാം, 0.7 ആവാം, 0.8 ആവാം, അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ വരികയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിൽ വരികയാണെങ്കിൽ ഇത് 0.4 ആവും,
പിന്നെ 0.3 ആവും, 0.2 ആവും, 0.1 ആവും, അങ്ങനെ 0യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് എക്സാക്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വാല്യൂ പറഞ്ഞു 0 to 1 ആണ് അതിൻ്റെ വാല്യൂവിൻ്റെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 0.5 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ 14,450 ആണ്, 14,350 ആണ് ഇവിടുത്തെ സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത് 14,300 ആണ്. ഓക്കെ, ഇത് 14,450, ഇത് 14,500. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത്. ഇവിടെ 0.5 ആണ് മനസ്സിലായി. ഇത് നമ്മൾ 0.4 ആക്കി എടുക്കുകയാണ്. ഇത് 0.3 ആക്കിയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് 0.6 ആയിട്ടാണ്. ഇവിടെ 14,250 ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അത് 0.7 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 10 പോയിൻറ്റിൻ്റെ ചേഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, 10 പോയിൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നാണ് പറയുന്നത്. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അതായത് പ്രീമിയം 10 പോയിൻറ്റ് കൂടുകയാണെങ്കിൽ ഇവിടെ 7 രൂപ കൂടും, 6 രൂപ കൂടും, 5 രൂപ കൂടും, 4 രൂപ കൂടും, 3 രൂപ കൂടും. അപ്പോൾ നമ്മൾ മനസ്സിലായി, അതായത് ഇൻ ദ മണിയിൽ ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചേഞ്ചസ് 10 പോയിൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രിമെൻറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് ദ മണിയിൽ മനസ്സിലായി എന്താണ് 10 പോയിൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ 3 പോയിൻറ്റേ കയറുന്നുള്ളൂ. അപ്പോൾ ഇതിലുള്ള വാല്യൂ ചേഞ്ച് അല്ലെങ്കിൽ പ്രീമിയം ചേഞ്ച് കുറവാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ ഒരു സിനാരിയോ വരാനുള്ളത്, ഇപ്പോൾ അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ 14,350 അടുത്തായതുകൊണ്ടാണ്. ഓക്കെ, ഇനി അത് അറ്റ് ദ മണി എന്ന് പറഞ്ഞു ഇപ്പോൾ 14,300, നിഫ്റ്റീൻ്റെ വാല്യൂ 14,347 14,450 രൂപേൻ്റെ അടുത്തായി. 14,450 രൂപേൻ്റെ അടുത്തായി. ഓക്കെ, അപ്പോൾ ഈ അറ്റ് ദ മണി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്തായി? 0.5 ആയി. ഓക്കെ, ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ 0.6 ആയി. അങ്ങനെ വിചാരിക്കട്ടെ, എക്സാക്റ്റ് വാല്യൂ ഇങ്ങനെയല്ല. ഇതിൻ്റെ വാല്യൂ 0.7 ആയി, ഇതിൻ്റെ 0.8 ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായി? ഇത് അതായത് അറ്റ് ദ മണിയുടെ അടുത്തേക്കായില്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.4 ആയി. അപ്പോൾ ഇവിടെ എന്തായി? 10 പോയിൻറ്റ് ചേഞ്ച് വരുമ്പോൾ 8 രൂപ മാറും, 7 രൂപയാവും, 6 രൂപയാവും, 5 രൂപയാവും, 4 രൂപയാവും. അപ്പോൾ നമുക്ക് ചേഞ്ച് വരുന്നത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലേക്ക്, അതായത് ഇവിടെയാണ് ഔട്ട് ഓഫ് ദ മണി ഇൻ ദ മണിയിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൈസ് കൂടി 14,500 മുകളിലേക്ക് പോയാലേ ഈ പ്രൈസ് ലെവൽ ഇൻ ദ മണി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഉള്ള പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെ വരിക വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇവിടെ ഡെൽറ്റ വാല്യൂ ഉണ്ട്. ഓക്കെ, ATM ആണ് സെൻട്രൽ, ഇത് 0.5. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ 14,350 ആയിരുന്ന സമയത്ത് 0.5 ആയിരുന്നു. ഓക്കെ, ഈ 0.5 ആയിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ 0.7 ആയിരുന്നു. അറിയാലോ, ഈ 14,350 ഇൻ ദ മണിയിലേക്ക് വീണപ്പോൾ, അതായത് 450 അടുത്തെത്തിയപ്പോൾ ഇത് ഇൻ ദ മണി ആയി. ഇൻ ദ മണി ആയപ്പോൾ ഇതിൻ്റെ 0.6ലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു 14,350 എന്നുള്ളത്. ഇനിയും അത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ, ഇനിയും താഴത്തേക്ക് മീൻസ് 14,500 കടത്തി വെട്ടി പോവുകയാണെങ്കിൽ ഈ 14,350 ഡെൽറ്റ വാല്യൂ കയറി ഇങ്ങോട്ടെത്തും. ഓക്കെ, അപ്പോൾ എത്രത്തോളം മൂവ്മെൻറ്റ് വരുന്നു അത്രത്തോളം ആണ് ഇതിൻ്റെ വാല്യൂ. അതായത് ഡെൽറ്റ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയംസ് കൂടുക എന്നാണ് അർത്ഥം. പ്രീമിയത്തിൻ്റെ വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ ഗ്രീക്സിലുള്ള എല്ലാ ടേംസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെൽറ്റയെ കുറിച്ച് പറയുന്നുണ്ട് ഡെൽറ്റ മാത്രം. അപ്പോൾ ഡെൽറ്റ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ചേഞ്ചിന്, അതായത് എത്ര പോയിന്റ് ചേഞ്ച് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രീമിയംസ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻ ദ മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ റഫായിട്ട് ഒന്നും കൂടി നമ്മളെ ഈ ചാർട്ടിലും കൂടി പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് ദ മണി 14,350 ആണ്. ഓക്കെ, 14,350 എന്ന് പറഞ്ഞാൽ അറ്റ് ദ മണിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് 100 പോയിന്റ് കയറി എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. 100 പോയിന്റ് കയറി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് 14,450 ആയി. അപ്പോൾ അറ്റ് ദ മണി പ്രൈസ് ഇവിടെയായി. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ ആയിരിക്കണം 0.5. അപ്പോൾ ഇൻ ദ മണിയുള്ളതൊക്കെ എന്തായി? 0.5നേക്കാളും കൂടുതലായിരിക്കണം ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ വരുന്നതൊക്കെ. ഓക്കെ,
അപ്പോൾ എന്തായാലും ഇത് ഇൻ ദ മണി ആയി. ഇൻ ദ മണി ആകുമ്പോൾ 0.5 കയറും. അപ്പോൾ ഇത് താഴത്തേക്ക് വരും തോറും ഇത് ഇൻ ദ മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 0.5 നിന്ന് ഇതിൻ്റെ വാല്യൂ ഇത് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ അത്രത്തോളം ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അപ് ടു 1 വരെ. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാൻ. ജസ്റ്റ് ഡെൽറ്റ വാല്യൂ എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഐഡിയ നല്ല രീതിയിൽ മനസ്സിലാക്കണം, ഏത് സ്ട്രൈക്ക് പ്രൈസ് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ അനാലിസിസ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും ലിക്വിഡിറ്റി ഉള്ള സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലായ്പ്പോഴും. പിന്നെ നിങ്ങളുടെ എന്താണ് ക്യാപിറ്റൽ അനുസരിച്ചും, നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറവാണ് അല്ലെങ്കിൽ ലെസ് ദാൻ 10,000 ഒക്കെ ചെയ്യുന്നവർ കൂടുതലും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ ട്രേഡ് എടുത്ത് പഠിക്കും. അതായത് 14,350 നമ്മുടെ അറ്റ് ദ മണി. അപ്പം നിങ്ങൾക്ക് ട്രേഡ് എടുക്കണം, അതായത് 14,450 വീഴും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സാക്റ്റ് ആയിട്ട് പറയല്ല കേട്ടോ, ഞാൻ കുറച്ച് താഴത്തേക്കുള്ള എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന കാരണം എന്താ വെച്ചാൽ 60 രൂപ മതി നിങ്ങൾക്ക് ഇൻ ദ മണിയിലേക്ക് എടുക്കണമെങ്കിൽ. കണ്ടോ, അറ്റ് ദ മണിക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ 60, 138. അതായത് ചിലവ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ 60 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇവിടെ 138. അതുപോലെ ഇവിടുത്തെ പ്രോഫിറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, ഇവിടുത്തെ പ്രോഫിറ്റിൻ്റെ റിട്ടേൺസ് നമ്മൾ ഇറക്കിയ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഞാനത് ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും. ഓക്കെ, കാരണം റിട്ടേൺ തരുന്ന പെർസെൻറ്റേജ് വേണമെങ്കിൽ ചുമ്മാ അവിടെ കാണിച്ചു തരാം. ഇത് നമ്മൾ 250 വാങ്ങുന്നത്. നമ്മൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് 250 സ്ട്രൈക്ക് പ്രൈസിലാണ്, അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിലാണ് വാങ്ങുന്നത്. ഇവിടെ 250 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസിൽ വാങ്ങിയപ്പോൾ നമുക്ക് തന്ന റിട്ടേൺ 41%. അറ്റ് ദ മണിയിൽ തന്ന റിട്ടേൺ 41%. പക്ഷേ നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ 14,350 നമ്മളോട് മുറക്കിയത് 57-60 രൂപയാണെന്ന് വിചാരിക്കുക. കണ്ടോ, ഇവിടെ തന്ന റിട്ടേൺ കണ്ടോ 60%. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ബോധവാനാവണ്ട. നിങ്ങളൊരു എടുക്കുമ്പോൾ, ഒരു ടേം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇത് എടുക്കുമ്പോൾ എത്രത്തോളം മൊമെൻറ്റം വരാം എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, 10 പോയിന്റ് നിഫ്റ്റി വീഴും, അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷനെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുട്ട് ഓപ്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് ലെങ്ത്ത് കൂടി എന്നുള്ള ഒരു വിചാരം കൊണ്ട് തന്നെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അറിയിക്കുക. ലൈക്ക് ചെയ്യണം ഡിസ്ലൈക്ക് ചെയ്യണമെന്നും പറയുന്നില്ല, അത് നിങ്ങളെ സംബന്ധിച്ച് എടുക്കേണ്ട ഡിസിഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.